പിതാവേ, നന്ദിയപ്പ, 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 നന്ദിയപ്പ. ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കൈകളെ അടിച്ച് അവനെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി, സ്തുതിക്കാൻ തുടങ്ങി. ശക്തിയോടെ 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 ഇതുപോലെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ സ്തുതിച്ചാട്ടെ. ദൈവമേ, ഇസ്രായേലിന്റെ ദൈവം മയങ്ങുന്നില്ല. ഓ ഇസ്രായേലിന്റെ ദൈവം മയങ്ങുന്നില്ല. നമ്മളെ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ. കർത്തനെ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതി. കർത്തനെ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. സ്തോത്രഗീതം പാടി പുകഴ്ത്തുവിൻ രാജരാജനെ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ഓ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ. കർത്തനെ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ. കർത്തനെ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർനിലമാക്കി, ശങ്ക എന്നെ തഞ്ചനത്തെ നടത്തിയോനെ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർനിലമാക്കി, ശങ്ക എന്നെ തഞ്ചനത്തെ. ഒരിക്കൽ കൂടെ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർനിലമാക്കി, ശങ്ക എന്നെ തഞ്ചനത്തെ നടത്തിയോനെ. ചെങ്കടൽ പിളർന്നു നല്ല തൂവർനിലമാക്കി, ശങ്ക എന്നെ തഞ്ചനത്തെ. ഓ മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ, മിസ്രയീം സൈന്യത്തെ ന്യായം വിധിച്ചവനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ. ഓ വാഴ്ത്തട്ടെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ. കർത്തനെ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ. കർത്തനെ കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗസ്ഥലത്തിരുത്തി. താഴ്ചയിൽ നിന്നുയർത്തിയ ജീവനാഥനെ, വാഴ്ചയേകി സ്വർഗസ്ഥലത്തിരുത്തിയോനെ. വൈരിന്മേൽ ജയം തന്ന യേശുരാജനെ, വൈരിന്മേൽ ജയം തന്ന യേശുരാജനെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്നേക്കും അവനെ സ്തുതിച്ചിടുവിൻ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി
കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അല്പനിമിഷങ്ങൾ ആ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് മുമ്പിൽ അവൻ്റെ സാന്നിധ്യത്തെ ആസ്വദിച്ചുകൊണ്ട് ഒന്ന് നിൽക്കാമോ? Shall we all raise our hands towards the heaven and let us taste the glory from heaven right now? ദൈവ സാന്നിധ്യം മഴ പോലെ ചിലരുടെ മേൽ വന്നിറങ്ങട്ടെ. The presence of God is coming like a rain to one of you standing here. ദൈവ സാന്നിധ്യം ഒരു നിഴൽ പോലെ ചിലരുടെ മേൽ ഈ സമയത്ത് വന്നടിക്കട്ടെ. Let the presence of God come across your body like a shadow. ആ ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് ഈ സമയത്ത് അനുഭവിക്കുക. Let that fullness of the presence of God come in everyone's life, Lord. ദൈവ സാന്നിധ്യത്തിന്റെ ആ ഫ്രഷ്നെസ് ഈ സമയത്ത്, ആ സ്വീറ്റ്നെസ് ഈ സമയത്ത് അനുഭവിക്കുക. Enjoy and taste the presence of God at its fullness, Lord. വീടുകളിൽ മഞ്ഞ് പെയ്യുന്നത് പോലെ ദൈവസാന്നിധ്യം ചിലരുടെ മേൽ വന്നിറങ്ങുന്നു. In some of the houses, I see the snow like coming like the presence of God into your homes.
സ്നേഹം അനുഭവിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് സകല നന്ദിയും അർപ്പിച്ചാലും. ഹല്ലേലൂയ. ആമേൻ. ദയവായിരുന്നാലും all of us, we are sitting here because of the grace of God. നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ അത്രേ. Is there anybody who's sitting here because you chose to come here or because it's by your ability? നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണോ നിങ്ങളുടെ ശക്തി കൊണ്ടാണോ ഇവിടെ ഇരിക്കുന്നത്? Yes or no? ഊവെന്നാണോ അതോ ഇല്ലെന്നാണോ? No എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. We are all sitting here because God gave us His grace. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത് ദൈവം നമ്മളിൽ അവന്റെ കൃപ പകർന്നിരിക്കുന്നത് കൊണ്ടാണ്. I want to let you know that we are products of God's grace. അവന്റെ കൃപയുടെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. We are sitting here because we have experienced God's grace and God's grace has shaped us till now. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അവന്റെ കൃപയാണ് നമ്മളെ ഷേപ്പ് ചെയ്ത് പണിതെടുത്തത്. If you have done anything meaningful in the past, it is because of the grace of God. നിങ്ങൾ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ദൈവത്തിന്റെ കൃപയാണ്. If you are sitting here, it is because of the grace of God. എന്നാൽ ഇന്നും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അത് ദൈവത്തിന്റെ കൃപയാണ്. And anything that we will do in the future, it is purely because of God's grace upon our lives. എന്നാൽ ഇനിയും ഭാവികാലം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോവാണെങ്കിലും അതും ദൈവത്തിന്റെ കൃപയാലാണ് അത്ര. Hallelujah. ഹല്ലേലൂയ. We live, we do, we breathe, we serve God because God's grace is active within us. നമ്മൾ ആയിരിക്കുന്നതും നമ്മൾ ഇരിക്കുന്നതും നമ്മൾ ശ്വസിക്കുന്നതും ദൈവത്തിന്റെ കൃപയാലാണ് അത്ര. If you believe that, come on, wave your hands and shout a hallelujah. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Amen. Let's read Galatians chapter 2 verses 20 and 21. ഗലാത്യർ ലേഖനം നമുക്ക് 2:20-21 വായിക്കാം. My old self has been crucified with Christ. It is no longer I who live, but Christ lives in me. So I live in this earthly body by trusting in the Son of God who loved me and gave himself for me. ഞാൻ ക്രിസ്തുവിനു കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നതാൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. Verse number 21. I do not treat the grace of God as meaningless, for if keeping the law could make us right with God, then there was no need for Christ to die. ഞാൻ ദൈവത്തിന്റെ കൃപയെ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. If you have a physical Bible, I want you to underline this part. നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി ഇത് അണ്ടർലൈൻ ചെയ്താലും. If you have a electronic Bible, I want you to highlight in your Bible app. ഇലക്ട്രോണിക് ബൈബിൾ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഹൈലൈറ്റ് ചെയ്താലും. Verse number 21. I do not treat the grace of God as meaningless. വാക്യം 21. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. Hallelujah. ഹല്ലേലൂയ. Can we shout amen for God's word? എല്ലാവരും ശബ്ദം ഉയർത്തി ആമേൻ എന്ന് പറഞ്ഞാൽ. ഒരു ആമേൻ ഒരു ഇതില്ലല്ലോ. Amen. Hallelujah. I will not waste the grace of God. ഞാൻ ദൈവകൃപയെ വൃഥാവാക്കുന്നില്ല. I will not count the grace of God as meaningless. ഞാൻ ദൈവത്തിന്റെ കൃപയെ അർത്ഥമില്ലാതെ ആക്കുന്നില്ല. I want you to pay attention to what I'm saying now. ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാലും. If you understand the next sentence that I'm saying, then you will be able to get the rest of the message. ഞാൻ അടുത്ത സെന്റൻസ് പറയുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് അടുത്ത മെസ്സേജിന്റെ തുടക്കകാലം നിങ്ങൾക്ക് മനസ്സിലാകും. If you miss the next sentence, you won't understand the message. നിങ്ങൾക്ക് അടുത്ത സെന്റൻസ് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാവില്ല. How do we waste the grace of God? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നത്? Does anybody know? ആർക്കെങ്കിലും അറിയാമോ? How do we waste the grace of God? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ കൃപയെ വൃഥാവാക്കുന്നത്?
If you have not got the answer, I will tell you. നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ ഞാൻ പറയാം. By depending upon your own works. നമ്മുടെ സ്വന്തം പ്രവൃത്തികളെ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ വൃദ്ധാവാക്കുന്നത്. When you depend upon your own deeds and your own works and you rest upon that, we misuse or waste or disregard the grace of God. നമ്മളുടെ സ്വന്തം പ്രവൃത്തികളെ പ്രശംസിക്കുകയും അതിനെ ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ കൃപയെ നമ്മൾ വൃദ്ധാവാക്കുന്നത്. That is why in the beginning of the message I said we are all products of God's grace. അതുകൊണ്ടാണ് ഈ സന്ദേശത്തിന്റെ ആരംഭത്തിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണത്രേ. You know, some great people, they will tell you, I am a self-made man. I made myself, you know. വലിയ വലിയ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ഇപ്രകാരം പറയുന്നുണ്ടാവും, ഞാൻ ഇവിടെ വരെ ആയത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ബലം കൊണ്ടാണെന്ന് പറയും. My hard work, my dedication, my commitment, I came up till here. എൻ്റെ പ്രയത്നം കൊണ്ടും എൻ്റെ അധ്വാനം കൂടെയാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്ന് ചിലർ പറഞ്ഞേക്കും. But I want to tell you that we are not self-made people. We are God-made people. എന്നാൽ നമ്മൾ ഇവിടെ വന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, എന്നാൽ ദൈവം നമ്മളെ പണിതത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. Is there anyone sitting here you can tell yourself, I am a product of God's grace? ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാലും ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. Hallelujah. Hallelujah. Amen. Amen. So the King James version says you can frustrate the grace of God. ഇതാ കിങ് ജെയിംസ് വേർഷൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ കൃപയെ നിങ്ങൾക്ക് ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രസ്ട്രേറ്റിന്റെ മലയാളം എന്താ? ദൈവത്തിന്റെ കൃപയെ കിട്ടുവാണെങ്കിൽ പറയാം. ഇറിറ്റേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ദൈവത്തിന്റെ കൃപയെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. മിക്കവാറും എല്ലാവർക്കും ഫ്രസ്ട്രേറ്റിന്റെ അർത്ഥം അറിയാൻ എനിക്ക് തോന്നുന്നു അല്ലേ? അതിനെ ദൈവത്തിന്റെ irritate കൃപയെ ചെയ്യാൻ പറ്റും. ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അതെ. Amen. Amen. When we depend upon our works, the grace of God is frustrated. എന്നാൽ നമ്മൾ നമ്മുടെ കഴിവുകളെ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഇറിറ്റേഷൻ ആകുകയാണ്. Hallelujah. Hallelujah. You know, suppose there's a big forest that you need to cut down. നിങ്ങൾക്ക് വലിയൊരു ഫോറസ്റ്റ്, വലിയൊരു കാട് നിങ്ങൾക്ക് വെട്ടി തെളിക്കണമെങ്കിൽ, I'm not for deforestation. ഞാൻ ഡീഫോറസ്റ്റേഷൻ അനുകൂലമായിട്ട് സംസാരിക്കുന്നതല്ല, but ചിത്രീകരിക്കാൻ പറയാ. Suppose there's a big forest and you know you are using your axe and you're cutting it. നിങ്ങൾക്ക് വലിയൊരു കാടുണ്ട്, നിങ്ങൾ ഒരു ആക്സ് വെച്ച് നിങ്ങൾ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, Every day 3 trees you cut. എല്ലാ ദിവസവും 3 ട്രീസോളം നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, After 6 months you cut these many trees. 6 മാസത്തിന് ശേഷം നിങ്ങൾ ഇത്രയും കാടുകൾ നിങ്ങൾ തെളിച്ചു കാണും. I believe you will cut, I think, 540 trees after 6 months. ഒരു പക്ഷെ 540 ട്രീസോളം നിങ്ങൾ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. And then after 1 year you would have cut 1080 trees. എന്നാൽ ഒരു വർഷത്തിന് ശേഷം 1080 ട്രീസ് ആയിരിക്കും നിങ്ങൾ വെട്ടി തെളിച്ചത്. And then you're coming to your wife every day in the evening. എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് And you're saying, I cut these many trees. നിങ്ങൾ പറയുന്നുണ്ടാവും, ഇത്രയും ട്രീസ് ഞാൻ വെട്ടി. Last 1 year I cut 1000 trees. കഴിഞ്ഞ വർഷം 1080 ട്രീസ് ഞാൻ വെട്ടി. Hallelujah. Hallelujah. And then there's another guy. വേറൊരു വ്യക്തിയുണ്ട്, He also has an axe. അദ്ദേഹത്തിന് ഒരു ആക്സ് ഉണ്ട്. But he also has the electric machine. എന്നാൽ ഒരു ഇലക്ട്രിക് മെഷീനോടെയാണ് ആക്സ് എന്ന് പറയുന്നത്. He can cut 1000 trees in 1 week. എന്നാൽ ഒരാഴ്ച കൊണ്ട് 1080 ട്രീസിനെ ഒറ്റയടിക്ക് വെട്ടുവാൻ അതിന് സാധിക്കും. Hallelujah. Hallelujah. This guy is working hard. എന്നാൽ ഈ വ്യക്തിയും വളരെ പ്രയത്നമായിട്ടാണ് This guy is saying, I'm hard working. I've been working hard. You know, 1 year I've been cutting. ഞാൻ ഭയങ്കര പരിശ്രമിക്കുന്ന വ്യക്തിയാണ്, ഒരു വർഷമായി ഭയങ്കര പ്രയത്നം ചെയ്യുന്ന വ്യക്തിയാണ്. But he is not making use of the best. എന്നാൽ ഏറ്റവും നല്ല പോലെ ഉപയോഗിക്കുന്ന വ്യക്തിയല്ല ഈ വ്യക്തി. Hallelujah. Hallelujah. You know, you can do things your own way. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. But when you depend upon the grace of God, എന്നാൽ ദൈവത്തിന്റെ കൃപയെ നിങ്ങൾ it is ആശ്രയിക്കുമ്പോൾ, not your toil, your hard work, your sweat, blood and tears. അത് നിന്റെ വേർപ്പല്ല, നിന്റെ കഠിന അധ്വാനമല്ല. This is purely the grace of God. എന്നാൽ അത് ദൈവത്തിന്റെ കൃപയത്രയെന്ന് ഞാൻ And the പറയും. grace of God will flow in your life. എന്നാൽ ആ സമയത്ത് ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ഉള്ളിലൂടെ സ്പർശിക്കുവാൻ തുടങ്ങും. You know, along with the grace, the word that we have is the word flow. എന്നാൽ ദൈവത്തിന്റെ കൃപയോട് കൂടെ തന്നെ ഞാൻ ഈ ഒരു വേർഡാണ് പറയുന്നത്, ഫ്ലോ എന്ന് പറയും. You know, when the grace of God operates in our life,
things will begin to flow in your life. ദൈവത്തിന്റെ കൃപ നമ്മളുടെ ഉള്ളിലൂടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്ക് ഫ്ലോ ചെയ്യുമ്പോൾ യാദൃശികമായ അടുത്ത ചില കാര്യങ്ങളും അത് ഫ്ലോ When ചെയ്യുവാൻ the grace of God is operating in your life, you will see money coming into your life. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാനായിട്ട് When the grace of God comes, the subjects that as students you've been trying hard to study, you were not able to study properly, you failed in many exams. But when the grace of God comes, there's a flow in your studies and you're able to complete your portions quickly. എന്നാൽ ദൈവകൃപ നിങ്ങളുടെ മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടുന്ന സബ്ജക്ട്സും അത് നിങ്ങൾക്ക് പാടായി തോന്നത്തില്ല. നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക്സിൽ എക്സൽ ചെയ്യുവാനായിട്ട് തുടങ്ങും. When the grace of God is active in your life, some people, they've been working for their monthly target in their office in the sales department. They have been working 30 days in that month. You can work 3 days and accomplish the target. ദൈവകൃപ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയിലെ സെയിൽസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ബാക്കിയുള്ളവർ 30 ദിവസം കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ 3 ദിവസം കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. There is a flow that comes when the grace of God is active. ദൈവത്തിന്റെ കൃപ നിങ്ങളിൽ ഒരു ഫ്ലോ ഉള്ള പോലെ ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളും അത് ഫ്ലോയോടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യും. But for that, അതിനു വേണ്ടി you should not waste it. അതിനെ വൃഥാവാക്കല്ല. You should use it. അതിനെ ഉപയോഗിക്കണം. And for that, അതിനു വേണ്ടി you should stop depending upon your own works. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ പ്രയത്നത്തെ നിങ്ങൾ ആശ്രയിക്കരുത്. Hallelujah. You should depend upon the grace of God. നിങ്ങൾ ദൈവത്തിന്റെ കൃപയെ ആശ്രയിക്കണം. Amen. ഞാൻ നമ്മുടെ ലൈഫിലുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. Let me tell you my own stories. എൻ്റെ കഥയല്ല, നമ്മുടെ ലൈഫിൽ എല്ലാ വിശ്വാസികളുടെ ലൈഫിൽ 1-2 കഥകൾ പറയാം. നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ചർച്ചിൽ വന്ന് നമ്മളാരും ഫോട്ടോ എടുക്കാൻ പാടില്ല ചർച്ചിൽ. കാരണം നമ്മൾ കരഞ്ഞ് ഇവിടെയൊക്കെ വെള്ളമൊക്കെ വന്ന് നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് ഒക്കെ കരഞ്ഞു വല്ലാത്ത അവസ്ഥയിലായി പോകും. അങ്ങനെയായിരുന്നു നമ്മൾ, അല്ലേ? During our salvation experience and born again experience, no one is going to capture our photo because we were in tears during those times. ആ സമയത്ത് തുള്ളിച്ചാടാനൊക്കെ ഒരു നാണവുമില്ല. We don't have any shame to jump and praise God. നമ്മൾ ട്യൂണിലല്ല പാടുന്നെങ്കിൽ നമ്മൾ ഒച്ചത്തിൽ പാടും. Even though it is not a tune, we shout with joy. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാണ്. We are ready and willing to do anything for the Lord. കർത്താവ് എന്നെ ഒന്ന് തൊടണമേ എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെയാണ് നമ്മൾ ചർച്ചിൽ വരുന്നത്. We only have one desire, Lord, just touch me. നമ്മൾ പലവരും ചർച്ചിൽ വന്നിട്ട് ആദ്യം തന്നെ കരയുന്നത്, ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ. ആ ഒരു കരഞ്ഞുള്ള ബർത്തിമായോസ് കരഞ്ഞ പോലത്തെ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ പലവരും ചർച്ചിലായിരുന്നത്. We come to church and first we have the desire, just like Bartimaeus, we cry out, Lord, Son of David, have mercy upon me, Father. Hallelujah. എന്നിട്ട് കർത്താവ് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. And after that the Lord will bless us immensely. നന്മകൾ നമ്മൾ അനുഭവിക്കുന്നു. Many blessings he will pour out. Hallelujah. Hallelujah. ജോഷി പാസ്റ്റർ പറയുന്ന പോലെ കാറായി, വീടായി, ഷുഗറായി, ഫ്രഷറായി പല കാര്യങ്ങളും നമ്മൾ ഇങ്ങോട്ട് വാങ്ങുന്നു. Just like Joshi pastor usually says, we will get car, we will get our house and sugar, diabetes, pressure also. In Jesus name, cancel. In Jesus Amen. name. But we receive all the blessings. നമ്മൾ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ നേടുന്നു. ഒരു 4-5 വർഷത്തിന് ശേഷം നമ്മൾ പിന്നെ ചർച്ചിൽ ആരാധിക്കുന്ന പഴയതുപോലെ അല്ല. But after 4 to 5 years we don't worship him in the same manner. പണ്ട് നമ്മൾ കരങ്ങൾ ഉയർത്തി സീലിംഗ് തൊടുമായിരുന്നു. In beforehand we used to worship him by touching our hand on the ceiling. ഇപ്പൊ പാസ്റ്റർ കരങ്ങൾ ഉയർത്താന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. But after some years only till here our hands get raised. Hallelujah. ആരാണ്ടും പറഞ്ഞു നമ്മൾ ടി വി പിടിക്കുന്ന പോലെ ഇത്രയും പിടിക്കുള്ളൂ. It's like a TV we are holding up. Hallelujah. അത്രയായി നമ്മുടെ ആരാധന. Our worship went down. Hallelujah. ആരാധന സമയത്ത് എല്ലാവരും തുള്ളിച്ചാടി ആരാധിക്കുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ഞാൻ എത്ര കണ്ടിട്ടുണ്ട്. During the worship, when others praise him with louds of joy, we just stand there and look at them. അപ്പോഴാണ് ഫ്രണ്ടിൽ ഇരുന്ന് ഒരാള് പുതിയതായി രക്ഷിക്കപ്പെട്ട ഒരാള് ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത്. At that time we see a person coming on the front and he is jumping and praising God. പിന്നെ ഓൾട്ടർ കോളിൽ ഇരുന്ന് കരയുന്നത് ആ വ്യക്തി. During the altar call he is crying. ഇപ്പൊ ബാക്കിലെ സീറ്റിലിരുന്ന് നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, മോനും പഠിക്കും, ഞാൻ ഈ വഴിയൊക്കെ വന്നിട്ടുള്ളതാ, മോനും പഠിക്കും. At the back of the seat we'll be there and we will say to ourselves, I have seen this very often, and after some more days he will also learn in the same manner like me. Amen. Amen. ആ ഒരു പഴയ
ദൈവത്തിലെ ദൈവകൃപയിലുള്ള ആശ്രയം അത് വിട്ടുപോയി. We have lost that first grace of the Lord. ആ സമയത്ത് കർത്താവ് ഇല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം മുൻപിലേക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു നമ്മൾ. During the initial period, we think without the grace of God, we cannot move even one day forward. ഇന്ന് രാവിലെ കർത്താവുമായി കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് മര്യാദക്ക് ആകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ. In the morning, if we do not have the grace of God, even we don't want to walk forward. അവിടെ നിന്ന് From there, 6 മാസത്തിൽ ഒരിക്കൽ പ്രാർത്ഥിക്കുന്ന, just once in 6 months we'll pray. എല്ലാ ഞായറാഴ്ചയും പൊടി തട്ടി ബൈബിൾ തുറക്കുന്ന, Every Sunday we'll take the Bible and read the Bible. ഇഷ്ടമുള്ള പാട്ട് പാടുന്ന, We sing as our own wish and desires. കാശുള്ളപ്പോൾ ഓഫറിങ് കൊടുക്കുന്ന, When we have money, we will give tithing and offering. അങ്ങനെയുള്ള വിശ്വാസികളായി പലരും മാറാറുണ്ട്. And such believers will be turned out. അങ്ങനെയുള്ള വ്യക്തികൾ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാമോ? Such believers say hallelujah. ഇവിടെ ഇല്ലെന്ന് വിശ്വസിക്കുന്നു. You are not such a believer. ഓൺലൈൻ ആയിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ. You might be in an online. പക്ഷേ ആ ഒരു ദൈവകൃപയിലുള്ള ആശ്രയം നമ്മൾ വിട്ട് നമ്മളൊന്ന് ലൈഫിൽ കുറച്ച് സെറ്റിൽ ആകുമ്പോൾ, നമ്മൾ ലൈഫിൽ കുറച്ച് കംഫർട്ടബിൾ ആകുമ്പോൾ നമ്മളെ തന്നെ ആശ്രയിക്കാൻ തുടങ്ങും. When we are settled in a position, when we get high manners and regards, we forget that first grace of the Lord. That is where we can learn from the life of David. അപ്പോഴാണ് നമ്മൾ ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ David was a shepherd boy. ഒരു ആട്ടിടയനായിരുന്നു David smelled like sheep. അതുപോലെയാണ് അവനെ സ്മെൽ ചെയ്തത്. David was disregarded by his father and his brothers. ദാവീദിന്റെ മാതാപിതാക്കളും ജ്യേഷ്ഠന്മാരെല്ലാം ദാവീദിനെ അവഗണിച്ച വ്യക്തിയാണ്. He was not called for family gatherings. എന്നാൽ ഫാമിലി ഗ്യാതറിംഗിനൊന്നും ദാവീദിനെ വിളിച്ചിട്ട് പോലും, the rejected one. എന്നാൽ അവഗണിക്കപ്പെട്ട വ്യക്തി. When he became the king, എന്നാൽ ദാവീദ് രാജാവായിരുന്നപ്പോൾ, after a few years he did not say, no, now I am king, now I won't worship. കുറച്ച് നാളുകൾ വർഷങ്ങൾ കഴിയുമ്പോൾ രാജാവായി മാറിയ സമയത്തും ദാവീദ് പറഞ്ഞില്ല, ഞാൻ ഇനി ദൈവത്തെ പഴയതുപോലെ ആരാധിക്കത്തില്ല. David started throwing away his outer garments. He started worshiping the Lord in front of the nation, even though he became the king. എന്നാൽ രാജാവായിരിക്കുമ്പോൾ തന്നെ തന്റെ പുറമെയുള്ള വസ്ത്രമൂരി അവൻ എല്ലാവരുടെയും മുമ്പിൽ അവൻ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. People mocked him, but he said, no, I will still worship the Lord because it is his grace that brought a shepherd boy like me to the throne room of Israel. എന്നാൽ പലരും അവനെ നോക്കി നിന്ദിച്ചെങ്കിലും ദൈവത്തിന്റെ കൃപ അവനിൽ ഉണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ആട്ടിടയനിൽ നിന്ന് രാജാവ് എന്ന സ്ഥാനം അവൻ കൈയേറ്റത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പറയും, ദാവീദിനെ രാജാവാകുമ്പോൾ ആരാധിക്കാൻ എളുപ്പമല്ലേ, കാരണം അവിടെ നിന്ന് കർത്താവ് ഇത്രയും വലിയ അത്ഭുതം ചെയ്തു, അപ്പോൾ നമ്മൾ എപ്പോഴും ആരാധിക്കണ്ടേ എന്ന് നിങ്ങൾ പറയും. You might say it is very easy for a king to worship because he came from a shepherd boy. നിങ്ങൾ പറയുന്നത് ശരിയാണ്. It's right. പക്ഷേ പല വ്യക്തികളും കുറച്ച് നാൾ കഴിഞ്ഞ്, രാജാവാകുമ്പോഴല്ല, രാജാവായി കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ഒന്ന് സെറ്റിൽ ആകുമ്പോൾ പിന്നെ പഴയതുപോലെ കർത്താവിനെ ആശ്രയിക്കുമോ? But many people after becoming a king and after some years, will you worship him like before? ഹല്ലേലൂയ. Hallelujah. പല വ്യക്തികളും ഞാൻ കണ്ടിട്ടുണ്ട്, അവര് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നിന്നായിരിക്കും പൊങ്ങി വന്നിരിക്കുന്നത്. I have seen many people from a small background, they have grown to heights. And then അവരൊരു ബിസിനസ് തുടങ്ങുന്നു, അവരുടെ ബിസിനസ് വലുതാകുന്നു, അങ്ങനെ അവർക്ക് സമ്പത്ത് ഉണ്ടാകുന്നു. And after that they will earn income and high income and they'll become a great businessman and entrepreneur. അങ്ങനെ കാര്യങ്ങൾ ലൈഫിൽ സെറ്റിൽ ആകുമ്പോൾ വന്ന വഴി മറന്നുപോയി. അപ്പോൾ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന ആരെയും സപ്പോർട്ട് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യാതെ ഉള്ള പല വ്യക്തികളും ഉണ്ട്. And such people will rise from nowhere to somewhere, even to heights, and when you reach at that height you will not support other people. ഹല്ലേലൂയ. ദാവീദ് അങ്ങനെ ആയിരുന്നില്ല. David was not such a man. When David became king, he still did not forget who he was. ദാവീദ് രാജാവായിരിക്കുമ്പോൾ ദാവീദ് ആരായിരുന്നു എന്ന് ദാവീദ് മറന്നുപോയില്ല. He knew who brought him up. ദാവീദിനെ ആരാണ് അവിടം വരെ കൊണ്ടെത്തിച്ചതെന്ന് ദാവീദിന് മനസ്സിലായി. Hallelujah. But years later, when David was settled in his palace,
വർഷങ്ങൾക്ക് ശേഷം ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിൽ വാണ സമയത്തും one day he was suddenly thinking, ഒരു ദിവസം ദാവീദ് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, man, I am in a beautiful palace ഞാൻ ഇതാ വലിയ മനോഹരമായ കൊട്ടാരത്തിലാണ്, made with the cedar wood. ഇതാ ഒരു സെഡാർ വുഡ് കൊണ്ട് പണിത, My throne is amazing. എന്റെ സിംഹാസനം വളരെ അതിശയമാണ്, The palaces that I have is amazing. എന്റെ കൊട്ടാരം അതിശയമാണ്. But God does not have a palace. എന്നാൽ ദൈവത്തിന് ഒരു ആലയമില്ലല്ലോ, ഒരു കൊട്ടാരമില്ലല്ലോ. The king of the universe is still living in a tabernacle, in a tent. ഇതാ ഈ പ്രപഞ്ചത്തിന്റെ രാജാവ് ഒരു കൂടാരത്തിലാണ് താമസിക്കുന്നത്. How is that fair? എങ്ങനെയാണ് അത് ശരിയാവുക? ശരിയാവുന്നത്? So David said, I will build a temple for the Lord. ദാവീദ് പറഞ്ഞു, ഞാൻ ഒരു കൂടാരം, ഞാൻ ഒരു ദേവാലയം ഞാൻ പണിയും. And he called prophet Nathan. നത്താൻ പ്രവാചകനെ And he വിളിച്ചു. said, I'm going to build a temple. ദാവീദ് പറഞ്ഞു, ഞാൻ ഒരു ടെമ്പിൾ പണിയാൻ പോകും. You know, I cannot live like this. എനിക്ക് ഇതുപോലെ ജീവിക്കാൻ താല്പര്യമില്ല. You know, you should see David's heart. അവിടെ ദാവീദിന്റെ ഹൃദയം നോക്കി. Even when he is reaching that position, he cannot forget God. ദാവീദ് ഒരു സ്ഥാനത്തെത്തിയെങ്കിലും ദാവീദിനെ മറക്കാൻ സാധ്യമല്ല. There are many kings in the Bible, when they reach a particular position, they forget God. ഒരുപാട് രാജാക്കന്മാരെ നമ്മൾ ബൈബിൾ വായിക്കുന്ന, ഒരു സ്ഥാനത്തെത്തിയപ്പോൾ അവരുടെ പഴയ കാര്യങ്ങൾ വിട്ടുപോകുന്നു, ദൈവത്തെ മറന്നു. David could not rest even though he had everything. ദാവീദിന് എല്ലാം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ മറക്കുവാൻ സാധ്യമല്ലായിരുന്നു. How can I sleep peacefully when God does not have a temple? ദൈവത്തിന് ഒരു ആലയമില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? David had a heart for the house of God. ദൈവത്തിന് ദേവാലയം പണിയുവാനുള്ള ഹൃദയമുണ്ടായിരുന്നു. Hallelujah. Hallelujah. We should have a heart for the house of God. ദൈവത്തിന്റെ ആലയം പണിയുവാനുള്ള ഹൃദയം നമുക്കുണ്ടാകും. Hallelujah. Hallelujah. You know, even if we have everything in our own personal lives, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കെല്ലാം ഉള്ളപ്പോഴും തന്നെ, but if there's a need in the ministry, എന്നാൽ ദൈവവേല ശുശ്രൂഷയിൽ ഒരു ആവശ്യമുണ്ടെങ്കിൽ, are you still at rest? നിങ്ങൾ റെസ്റ്റ് ചെയ്യുവാണോ? Or do you have an unrest saying, you know, how can I live in all comfort and, you know, the ministry of the Lord is not going forward? അതോ നിങ്ങൾ ചിന്തിക്കുമോ, ഇനിയും എനിക്കെല്ലാം ഉണ്ട് പക്ഷെ ദൈവവേലയ്ക്ക് ഒന്നുമില്ലെന്ന് കരുതി നിങ്ങൾ വെറുതെ ഇരിക്കുമോ? Hallelujah. You know, there are many people in Africa who need our support. ആഫ്രിക്കയിലുള്ള ഒരുപാട് ആൾക്കാർക്കും നമ്മുടെ സപ്പോർട്ട് വേണം. There are many people in North India that need our support. നോർത്ത് ഇന്ത്യയിൽ നമ്മളുടെ സപ്പോർട്ട് നേടിയെടുക്കുന്ന ഒരുപാട്, നമ്മുടെ ആവശ്യം പ്രതി വേണ്ട ഒരുപാട് ആൾക്കാർ. David had that attitude. How can I be at rest when God needs things in his kingdom? ദാവീദ് ചിന്തിക്കുന്നത്, ദൈവത്തിന്റെ ആലയം പൂർത്തിയാക്കാതെ എങ്ങനെ ഞാൻ ഇവിടെ ചുമ്മാതിരിക്കും? Hallelujah. ഹല്ലേലൂയ. He's thinking about God. ദാവീദ് ദൈവത്തെ കുറിച്ച് ആലോചിക്കുന്നു. Amen. ആമേൻ. ദൈവം നമ്മളെ കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ട്, അല്ലേ? God every time he thinks about us. നമ്മൾ എത്ര പേർ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ എത്ര പേർ ചിന്തിക്കാറുണ്ട്? But how much time we think about the desires of God? നമ്മുടെ ഭാരങ്ങൾ കർത്താവ് വഹിക്കുവാൻ തയ്യാറാണ്. Our burden is being taken by the Lord. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഭാരം തരുമ്പോൾ എൻ്റെ ഭാരവും ഞാൻ നിങ്ങൾക്ക് തരും എന്ന് യേശു കർത്താവ് പറഞ്ഞു. The Lord Jesus said, come to me all who labor and heavily burdened. ഹല്ലേലൂയ. കർത്താവിന്റെ ഭാരം വഹിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? How many of you can take the burden of God? കർത്താവിനും ചില ഭാരങ്ങളുണ്ട്. God also has a burden. തന്റെ ആലയത്തിനു വേണ്ടി, for his temple, തന്റെ ജനത്തിനു വേണ്ടി, for his people, he has a burden. ദൈവത്തിനും ഒരു burden ഉണ്ട്. And he wants us to come and partner with him. ദൈവത്തിന്റെ ആഗ്രഹം അവനോട് ഒത്തൊരുമയോടെ ചേർന്ന് പ്രവർത്തിക്കുക. But that is not the focus of my message. അതല്ല ഇന്നെന്റെ സന്ദേശത്തിന്റെ ഫോക്കസ്. You know, Nathan goes back. നത്താൻ പ്രവാചകൻ തിരിച്ചു പോകുന്നു. He prays that night. അദ്ദേഹം പ്രാർത്ഥിക്കാൻ And തുടങ്ങുന്നു. that night God speaks to prophet Nathan. എന്നാൽ ദൈവം ആ സമയത്ത് നത്താൻ പ്രവാചകനോട് He said, സംസാരിക്കുന്നു. David my servant will not build the temple. ദാവീദല്ല എൻ്റെ ആലയം പണിയാൻ പോകുന്നത്. His son Solomon will build the temple. തന്റെ പുത്രനായ ശലോമോൻ ആയിരിക്കും ദൈവാലയം പണിയുന്നത്. But for David I have a
prophecy, I have a promise to give. എന്നാൽ എനിക്കൊരു പ്രോമിസ് ഉണ്ട്, എനിക്കൊരു വാഗ്ദത്തമുണ്ട് ദാവീദിനും ദാവീദിന്റെ പിൻഗാമികൾക്കും അറിയിക്കാൻ. For David, I want to let David know that his throne and his generations will go on forever. ദാവീദിന് എനിക്കൊരു വാഗ്ദത്തമുണ്ട്, ദാവീദിന്റെ സിംഹാസനമായിരിക്കും എന്നേക്കുമുള്ള സിംഹാസനമെന്ന്. Hallelujah. And eventually the Messiah will come and sit on David's throne. ഇതാ ഇനിയും അതിന്റെ ഭാവി കാലത്ത് മശിഹ വരുമെങ്കിലും ഈ സിംഹാസനത്തിലായിരിക്കും യേശു കർത്താവ് ഇരിക്കുന്നത്. Hallelujah. Hallelujah. It was the greatest prophecy a king could ever receive. ഇതാണ് ഒരു രാജാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. Hallelujah. ഇതുവരെ പല രാജ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല കിങ്ഡംസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് അതൊന്നും ഇപ്പോഴില്ല. We have seen many great dynasties, Greek, Roman, but some of them are not available. The only throne that is standing here in the 21st century is David's throne. ഒറ്റ സിംഹാസനമേ ഈ 21ാം നൂറ്റാണ്ടിൽ ഇപ്പോഴുള്ളൂ. അത് ദാവീദിന്റെ സിംഹാസനം. It is the promise, the prophecy that God gave through prophet Nathan. ഇതാ നഥാൻ പ്രവാചകത്തിലൂടെ ദൈവം അവനോട് അരുളി ചെയ്തതാണത്. Hallelujah. Hallelujah. Now I want you to see David's reaction. ഇതാ ദാവീദിന്റെ റിയാക്ഷൻ നിങ്ങൾ നോക്കിയാലും 2 Samuel chapter 7 verse 18 to 21. 2 ശമൂവേൽ 7:18 മുതൽ 21 വരെ. 18 to 21. നഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് വന്നത് പറയുമ്പോൾ ദാവീദിന്റെ റിയാക്ഷൻ നമ്മൾ കാണണം. The King David went in and sat before the Lord and prayed, "Who am I, O sovereign Lord, and what is my family that you have brought me this far?" അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു. അവൻ പറഞ്ഞു, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എന്റെ ഗൃഹവും എന്തുള്ളൂ. David is sitting in that high position. ദാവീദ് ആ വലിയ സിംഹാസനത്തിൽ വലിയ സ്ഥാനത്തിൽ ഇരിക്കുന്നു. When God releases another blessing, എന്നാൽ ദൈവം അടുത്തൊരു അനുഗ്രഹം പ്രൊമോട്ട് ചെയ്യാണ്. this is a blessing of future generations. ഇതാ ഇനി ഭാവി കാലത്തേക്ക് വേണ്ടിയുള്ള പിൻഗാമികൾക്കുള്ള ഒരു അനുഗ്രഹമാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ, ഈ സമയത്ത് ദാവീദിന് എല്ലാം ഉണ്ട്, ദാവീദിന് ഒരു കുറവുമില്ല. At this time David has everything, he is not in lack. But here God is giving him another level, another realm, another legacy prophecy. എന്നാൽ ദാവീദിന് ദൈവം അടുത്തൊരു ലെവൽ വാഗ്ദത്തമാണ് കൊടുക്കുന്നത്. Hallelujah. Hallelujah. And David is telling the Lord, "Who am I?" ദാവീദ് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. ദാവീദ് അവിടെ നിന്നിട്ട് പറഞ്ഞില്ല, ഞാൻ ഇസ്രായേൽ രാജാവല്ലേ, ഇതൊക്കെ എനിക്ക് കിട്ടണം. He was not complacent. He was not, entitled. He did not feel entitled that he should have this. ദാവീദ് പറഞ്ഞില്ല, ദാവീദ് രാജാവായിരിക്കുന്നത് കൊണ്ട് എനിക്കിത് തീർച്ചയായിട്ടും കിട്ടിയേ പറ്റൂ എന്ന്. He knew who he was. ദാവീദിന് അറിയാമായിരുന്നു ദാവീദ് ആരാണ്. He knew he was a shepherd boy. ദാവീദ് അറിയായിരുന്നു ദാവീദ് വന്നത് ഒരു ആട്ടിടയന്റെ സ്ഥാനത്ത്. Verse number 19, and now sovereign Lord, in addition to everything else you speak of giving your servant a lasting destiny, do you deal with everyone this way, O sovereign Lord? കർത്താവായ യഹോവേ, ഇതും പോരാ ഇന്ന് നിനക്ക് തോന്നിയിട്ട് ഇനിയും വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. Hallelujah. Verse number 20, what more can I say to you, God? This is what your servant is really like. You know what your servant is really like, sovereign Lord. ദാവീദ് ഇനി നിന്നോട് എന്തു പറയേണ്ടു? കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. ദാവീദിന് പറയാൻ വാക്കുകളില്ല. David has no words to say. നന്ദിയുണ്ട്, ദാവീദിന് പറയാൻ വാക്കുകളില്ല. Because of thankfulness he doesn't have any words to say. താഴത്തോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് പറയും, ദാവീദ് നത്താൻ പ്രവാചകനൊക്കെ ഇങ്ങനെ പറയും, നമുക്ക് വായിക്കാം, ഞാൻ ഒരു ആട്ടിടയനായിരുന്നു, എന്നെ ഇവിടം വരെ കർത്താവ് എത്തിച്ചു, ഇനി എൻ്റെ തലമുറകളുടെ മേൽ കർത്താവ് ഇങ്ങനെയുള്ള അനുഗ്രഹമാണോ അയക്കാൻ പോകുന്നത്. Towards the next verses we can find David knew he came from a shepherd boy level, and after this level God is
saying a prophetical realm to my generations. I have a message to tell you. എനിക്കൊരു സന്ദേശം നിങ്ങളോട് No പറയാം. matter how high the Lord takes you, ദൈവം നിങ്ങളെ എത്ര ഉയരത്തിൽ കൊണ്ടെത്തിച്ചാലും, if you can humble before the grace of God, ദൈവത്തിന്റെ കൃപയുടെ ഉള്ളിൽ താഴ്മയോടെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, God will bless you more and more that even your words cannot stop praising God. നിങ്ങളുടെ വാക്കുകൾക്ക് പറയാൻ ഉദ്ദേശമില്ലാത്തതുപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ, മഴ പോലെ അനുഗ്രഹിക്കാൻ തുടങ്ങും. Hallelujah. Hallelujah. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഭൂരിഭാഗം എല്ലാ വിശ്വാസികളും ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. പല കാര്യങ്ങളും കർത്താവ് അനുഗ്രഹിച്ച് കഴിഞ്ഞു. I believe many of our believers are already blessed in several. But ചില സമയത്തിന് ശേഷം നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ചില ആൾക്കാർ നിന്നു പോകുന്നത് കാണാറുണ്ട്. And for some people your blessings might take a little slow. അവിടെ ഒരു പയ്യെ നിന്ന് ഡ്വിൻഡിൽ ചെയ്ത് അത് കുറഞ്ഞു പോകാറുണ്ട്. The blessings might take a downward position. ബൈബിളിൽ ഒത്തിരി പേര് നമ്മൾ അങ്ങനെ വായിക്കാറുണ്ട്. We see many characters like this in the Bible. അവർ അന്ത്യകാലം അവര് നല്ല രീതിയിൽ അവർ ഫിനിഷ് ചെയ്തില്ല. Towards the end they are not finishing the race well. ബട്ട് ചില വ്യക്തികൾ, ദാവീദ്, അബ്രഹാം തുടങ്ങിയുള്ള ചില വ്യക്തികളുടെ അവരുടെ അനുഗ്രഹം അവരുടെ ലൈഫ് വെച്ച് തീരുന്നില്ല, തലമുറകളിലേക്ക് അവരുടെ അനുഗ്രഹം ക്യാരി ഫോർവേഡ് ചെയ്യുക. And when we look at the life of Abraham and David, we see the blessings going eternally from generation to generation to generation. It is called an overflowing blessing. ഇത് വലിയൊരു ആത്മപകർച്ചയുള്ള വലിയൊരു കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാണ്. എല്ലാരും പറഞ്ഞ ഓവർഫ്ലോയിങ് ബ്ലെസ്സിംഗ്. വലിയൊരു കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. കുറച്ചും കൂടി ശബ്ദത്തിൽ പറയുമ്പോൾ ഓവർഫ്ലോയിങ് ബ്ലെസ്സിംഗ്, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. നമ്മുടെ ലൈഫ് കൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ വേണമെങ്കിൽ കഴിഞ്ഞു പോകാം. With our life, when we die, our blessings might stop. But ചില വ്യക്തികളുടെ ലൈഫിൽ നിന്ന് തലമുറകളായ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകും. But for some people the blessings will overflow from generation to generation to generation. Hallelujah. Hallelujah. And we see that in the life of David. അതേ കാര്യം തന്നെയാണ് നമ്മൾ ദാവീദിന്റെ ജീവിതത്തിൽ. The blessing of David is overflowing. ഇതാ ദാവീദിന്റെ മേലുള്ള അനുഗ്രഹം ഇതാ കവിഞ്ഞൊഴുകുകയാണ്. It's going into Solomon. ഇതാ ശലോമോന്റെ അടുത്തോട്ട് and into Solomon's sons. ഇതാ ശലോമോന്റെ ആൾക്കാരിലേക്ക് പോകുന്നു. Hallelujah. It's going from generation to generation. ഇതാ അത് കവിഞ്ഞൊഴുകുകയാണ് പല തലമുറകളിലേക്ക്. You know, even today we enjoy Abraham's blessing. ഇന്നും നമ്മൾ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ പ്രാപിക്കുന്നു. How many of you are enjoying Abraham's blessing through Christ Jesus? അബ്രഹാമിന്റെ അനുഗ്രഹങ്ങളെ എത്ര പേര് ആസ്വദിക്കുന്നു? Hallelujah. ക്രിസ്തുയേശുവിലൂടെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. Amen. We are enjoying that fullness of Christ. Why? Because it is an overflowing blessing. കാരണം അത് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹമായതുകൊണ്ട്. Because Abraham, even in his old age, he still walked with God. കാരണം അബ്രഹാം തന്റെ ഓൾഡ് ഏജിലും ദൈവത്തോട് കൂടെ നടന്നു. Hallelujah. Hallelujah. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ആ വിശ്വാസത്തിന്റെ തണുപ്പ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ചൂട് കുറയാൻ പാടില്ല. Even if we grow and walk with the Lord, our passion for the Lord should not decrease. Hallelujah. Hallelujah. നമ്മൾ കർത്താവിൽ നിന്ന് ഇനിയും പുതിയ ചില കാര്യങ്ങൾ, ഇനിയും കർത്താവിന് അടുത്ത് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. We should have faith that we will receive more and we will do more for the Lord. Hallelujah. Hallelujah. We have a 90-year-old, 99-year-old, 100-year-old Abraham still believing for generations and generations and blessings. ഇതാ 99 വയസ്സുള്ള അബ്രഹാം ഇതാ ദൈവത്തിന് വേണ്ടി നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുകയാണ് തലമുറകളിലേക്ക് വരുവാനായി. Hallelujah. And I want to tell you, even to your old age, if you can remain humble under the grace of God, God will pour out an overflowing blessing into your generation. നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടെങ്കിലും എത്ര വയസ്സുണ്ടെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് പകരുവാൻ തലമുറകളിലേക്ക് പകരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. Amen. Hallelujah. ഇതൊരു പ്രായത്തിന്റെ മെസ്സേജ് അല്ല. This is not a message based on age. ചില ആൾക്കാർ, ഇപ്പോൾ ഞാൻ 25 വയസ്സാണെങ്കിലും 25 വയസ്സും ഞാൻ ഒരു വിശ്വാസിയായിട്ട് തന്നെയായിരിക്കും. അല്ലെങ്കിൽ 9 വയസ്സ് മുതലെങ്കിലും ഞാൻ പ്രോപ്പർലി കർത്താവിനെ അറിയുന്ന ഒരു വ്യക്തിയാണ്. Even though I am 25-year-old, from the age of 9 I have known the Lord. ഇതില് പിള്ളേരുണ്ടെങ്കിലും നിങ്ങൾ വർഷങ്ങളായി കർത്താവിനെ അറിയാവുന്ന ആൾക്കാരാ. If they are children here, they also might know the Lord.
ഇത് പ്രായത്തിന്റെ മെസ്സേജ് അല്ല. This is not a message based on age. ബട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം കാഠിന്യമാകുവാൻ സാധ്യതയുണ്ട്. After years, there are chances of our heart becoming burdened and our heart becoming hardened. കർത്താവിന്റെ സന്നിധിയിൽ വർഷങ്ങൾ ആയിരിക്കുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട്, ഇംഗ്ലീഷ് ഒരു വേർഡ് നംബ്, അല്ലെങ്കിൽ അത് മരവിച്ചു പോകുന്ന രീതിയിൽ, ഇതൊന്നും ഏൽക്കുന്ന രീതി, ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന ഫീലിംഗ് പലർക്കും വരാം. As years pass by, as years grow, there are chances of our heart becoming burdened and hardened. Hallelujah. പിന്നെ ദൈവത്തിന്റെ കൃപ, ദൈവത്തിലുള്ള ആശ്രയം, ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്യുന്നില്ല. Then after that, the grace of the Lord, the activities of the Lord don't work inside us. Hallelujah. നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തെ താഴ്മയോടെ കർത്താവിന്റെ കൃപയുടെ മുൻപിൽ നമ്മൾ സൂക്ഷിക്കണം. We have to place our soul before the Lord in humility and with surrender. ഇതെല്ലാം നമുക്ക് ദാവീദിന്റെ ലൈഫിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന, അബ്രഹാമിന്റെ ലൈഫിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങളാണ്. These things and chapters we can learn from the life of Abraham and David. Hallelujah. Hallelujah. യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത്, when Jesus was living in this world, യേശുവിന് ചില വ്യക്തികളുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. Jesus had some communication gap and problem with some people. എസ്പെഷ്യലി പരീശന്മാരായിട്ട് യേശുവിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. With Pharisees, Sadducees and scribes he had some problems. Jesus would look at the Pharisees and call them, you whitewashed tombs. ഇതാ വൈറ്റ് വാഷ് tomb എന്ന് പറയുന്ന പോലെ ദൈവം പരീശന്മാരെ ശാസ്ത്രിമാരെ ദൈവം വിളിച്ചു. These Pharisees, they were so focused and so intentional about obeying the commandments of God. ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ദൈവത്തിന്റെ കൽപ്പനകളെ അവർ ആശ്രയിക്കുവാൻ നോക്കി. They would even pay tithe from the kitchen spices, from cardamom. They would take 1 out of every 10 and pay tithe even for that. ഇവർക്ക് കിട്ടുന്ന ഈ സുഗന്ധ വഞ്ചനകൾ കൊണ്ട്, ആ സംഗതികൾ കൊണ്ട് അവർ 10ൽ ഒരു അംശം അവർ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. In everything they would try to fulfill the commandment of God. അവരെല്ലാത്തിലും അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ ആശ്രയിക്കുവാൻ തുടങ്ങി. And when Jesus was preaching in the streets of Jerusalem, എന്നാൽ യേശു കർത്താവ് യെരുശലേം ദേവാലയത്തിലും അവിടെ റോഡിലും പ്രസംഗിച്ചപ്പോൾ, when Jesus was preaching in Galilee, എന്നാൽ ഗലീൽ എന്ന നാട്ടിൽ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, all these sinners and all these tax collectors and prostitutes, they would come and listen to the words of Jesus. അവിടെയുള്ള പാപികളും വ്യഭിചാരികളും എല്ലാം യേശുവിന്റെ സന്ദേശം ആശ്ചര്യത്തോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, and the words of Jesus were words of grace. എന്നാൽ യേശുവിന്റെ സന്ദേശം കൃപയുടെ സന്ദേശവുമായി And മാറി. these sinners, they would come to the Savior because they needed grace. എന്നാൽ ഈ പാപികളെല്ലാം യേശുവിന്റെ സന്ദേശം കേട്ട് അവനോട് ഓടിയെത്തി അവർ സ്വീകരിക്കുവാൻ തുടങ്ങി. They believed that without this Savior they cannot go to heaven. അവർക്ക് മനസ്സിലായി, ഈ ലാവണ്യമുള്ള സന്ദേശം ഇല്ലാതെ എനിക്ക് സ്വർഗരാജ്യം എത്തുവാൻ സാധിക്കത്തില്ലെന്ന് മനസ്സിലായി. They repented of their sins. അവർ രൂപാന്തരപ്പെട്ടു അവരുടെ They പാപത്തിൽ received നിന്ന്. a transformation. അവർക്ക് വലിയൊരു രൂപാന്തരം കിട്ടി. The demons were cast out. അവരിൽ നിന്ന് പൈശാചിക പ്രവൃത്തികൾ Their പുറത്തായി. sicknesses were taken away. രോഗശക്തികൾ അവരിൽ നിന്ന് പോയി. They became disciples of Jesus. യേശുവിന്റെ ശിഷ്യന്മാരായി ഈ പാപികൾ മാറി. And they started growing in the grace of God. ദൈവത്തിന്റെ കൃപയിൽ അവർ ഇങ്ങനെ വളരുവാൻ തുടങ്ങി. That is one side. അതൊരു വശം. On the other side, മറ്റൊരു വശത്ത് we had few people with their hands tied like this. കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പരീശന്മാരും ശാസ്ത്രിമാരും നിൽക്കുന്നു. ഇതൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. I have seen this many times. നിങ്ങളൊക്കെ പാപം ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ടല്ലേ വന്ന് ഇവിടെ വന്നിരിക്കുന്നത്? They might say, you have sinned and come and attended the meetings of Jesus. We have followed every guideline. അവര് പറയും, ഞാൻ എല്ലാ കൽപ്പനകളും അനുസരിച്ചു. We have done everything. ഞങ്ങളെല്ലാം ചെയ്തു. They looked at Jesus and they, even though they did not tell him, this is their attitude, we don't need you. അവരുടെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നു, എനിക്ക് യേശുവിനെ വേണ്ട എന്നുള്ളത്. I don't need a savior. ഞങ്ങൾ കൽപ്പനകൾ അനുസരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, രക്ഷകനെ വേണ്ട. We will go to heaven
by following the law. യേശുവിനെ കൂടാതെ തന്നെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. And that is when Jesus came up with these words. അപ്പോഴാണ് യേശു ഈ സന്ദേശം കൊണ്ട് വന്നത്. If anybody has sinned with your hand, cut your hand and come to heaven. നിങ്ങൾ ആരെങ്കിലും കൈകൊണ്ട് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ കൈ നിങ്ങൾ വെട്ടുക. If anybody has looked at a woman lustfully, gouge out your eyes. ഇതാ ഭയങ്കര ലസ്റ്റ്ഫുള്ളി ആയിട്ട് നിങ്ങൾ ഒരു സ്ത്രീയെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ആ കണ്ണ് നിങ്ങൾ പിഴുതെടുക്കുക. They were shocked. അവർ ആശ്ചര്യപ്പെട്ടു പോയി. എല്ലാവരും പാപം ചെയ്തിട്ടില്ലേ? Everybody has sinned. ഞങ്ങൾ കൽപ്പനകളൊക്കെ ചെയ്യുന്നുണ്ട്, ബട്ട് ഞങ്ങളും പാപം ചെയ്തിട്ടുണ്ട്. We have followed all the commandments of God. അതൊന്നും ആരും അറിയരുത്. Nobody should know that. പുറമെ എല്ലാ കൽപ്പനകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. Outwardly everything is clean. But അകമേ ഞങ്ങൾ അറിയാതെ കണ്ടുപോയിട്ടുണ്ട്. But inside us we have looked them lustfully. അകമേ അറിയാതെ ഒരു സഹോദരനുമായിട്ട് എനിക്ക് പകയുണ്ടായിരുന്നു. But inwardly we had hatred towards a brother and a sister. That is when Jesus said, if you look at a woman lustfully, you have already committed adultery. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ തെറ്റായ രീതിയിൽ ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വ്യഭിചാരം ചെയ്തിരിക്കും. If you have hatred towards a brother, you have already committed murder. നിങ്ങൾ നിങ്ങളുടെ ഒരു ജ്യേഷ്ഠനെയോ സഹോദരിയോ നിങ്ങൾ വേണ്ടാത്ത പോലെ ഇഷ്ടക്കേടുണ്ടെങ്കിൽ നിങ്ങൾ കൊലപാതകം ചെയ്തിരിക്കുന്നു. When the Pharisees heard this, ഇത് ശാസ്ത്രിമാരും പരീശന്മാരും they were not comfortable. അവർക്ക് ഉള്ളിൽ അവർക്ക് സ്വസ്ഥതയില്ല. Because Jesus was not talking about the outward self. Jesus was exposing their inner sinful nature. യേശു കർത്താവ് അവിടെ പറയുന്നത് അവരുടെ പുറമേ ഉള്ള കാര്യമല്ല, എന്നാൽ അവരുടെ ഉള്ളിലുള്ള ഇന്റൻഷൻസ് ആയിരുന്നു ദൈവം പറഞ്ഞുകൊണ്ടിരുന്നത്. Hallelujah. Hallelujah. Everyone has sinned and fallen short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ കൃപയെ നഷ്ടമാക്കി. When the people listened to the words of Jesus, ഇവരെല്ലാം യേശുവിന്റെ സന്ദേശം കേട്ടപ്പോൾ they understood one thing. അവർക്കൊരു കാര്യം മനസ്സിലായി. There is no difference between the tax collector and the Pharisee. അവർക്കൊരു കാര്യം മനസ്സിലായി, ശാസ്ത്രിമാരും പാപികളും തമ്മിൽ ഒരു വ്യത്യാസവും They ഇല്ല. understood there's no difference between the prostitute and the Sadducee. അവർക്ക് മനസ്സിലായി ഒരു വ്യഭിചാരിയും ഒരു ശാസ്ത്രിമാരും പരീശന്മാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. Everybody is a sinner and they need the grace of God to be saved. എല്ലാവരും ഒരേപോലെ പാപികളാണ്, അവരെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ കൃപ നിങ്ങളിൽ വേണം. Hallelujah. Hallelujah. You know, when Jesus came down into this world, he leveled the playing ground. യേശു കർത്താവ് ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ എല്ലാവരെയും ഈക്വൽ ആയിട്ട് നോക്കി. No one can put their head up and say, I came to heaven, I came to salvation by my own works. ആർക്കും പറയാൻ കഴിയത്തില്ല ഞാൻ രക്ഷയിലോട്ട് വന്നത് എന്റെ സ്വന്തം പ്രയത്നം കൊണ്ടും അധ്വാനം കൊണ്ടുമാണ്. Everybody has sinned. എല്ലാവരും പാപം ചെയ്തു. Everybody has fallen short of the glory of God. എല്ലാവരും ദൈവത്തിന്റെ കൃപയെ നഷ്ടമാക്കി. And the law and our works cannot qualify us for God's grace and everything. ദൈവത്തിന്റെ കൽപ്പനകളെ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ എത്തിക്കുവാനും ദൈവത്തിന്റെ കൃപയെ ഒത്തിരിയാക്കുവാനും പറ്റത്തില്ല. And that is why Apostle Paul writes in Ephesians chapter 2 verse number 8 and 9. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം എഫേസ്യർക്ക് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, For it is by grace you have been saved through faith, and this is not from yourself, it is the gift of God. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Not by works, so that no one can boast. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. Not by works, so that no one can boast. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. Hallelujah. Hallelujah. No one should boast before God. ആരും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കരുത്. Hallelujah. Hallelujah. ഇന്നിവിടെ ഇരിക്കുമ്പോൾ, ഇന്ന് ലൈവിൽ കാണുമ്പോൾ, ഇതിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും കർത്താവിന്റെ സന്നിധിയിൽ പറയാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിരിക്കുന്നത്. എൻ്റെ ചിലർക്ക് ഇങ്ങനെ പോലും നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രാർത്ഥന ജീവിതം കൊണ്ടാണ്, എൻ്റെ ബൈബിൾ വായിക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഇതൊക്കെ ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇതൊക്കെ കൂടുതൽ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബട്ട് ഇതുകൊണ്ടാണ് ഞാൻ
ഇവിടം വരെ എത്തിയിരിക്കുന്നത്, എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ നിയമത്തിലെ പരീശന്മാരായി മാറി. Nobody here or watching us on the live, they can say that I have done this, I have prayed this much, I have read the Bible because of our effort. If you say like that, you are a Pharisee and a Sadducee. Hallelujah. But we are here because the grace of God came and met with a sinner. എന്നാൽ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ പാപിയായ നമ്മളിലേക്ക് എത്തിയത് കൊണ്ടാണ്. And this wretched sinner was turned upside down by the grace of God. എന്നാൽ ദൈവത്തിന്റെ കൃപ ഞങ്ങളിലേക്ക് വന്നപ്പോൾ ഒരു കൊടും പാപിയായ നമ്മളെ അവൻ രൂപാന്തരപ്പെടുത്തി എടുത്തു. Hallelujah. Hallelujah. The Bible says if there is no sin, there is no grace needed. ഇതാ ദൈവവചനം പറയുന്നു പാപമില്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയും ആവശ്യമില്ല. Hallelujah. Hallelujah. Because we are sinners, the grace of God comes upon that and we become, holy unto the Lord. എന്നാൽ നമ്മൾ പാപികളായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ കൃപ നമ്മളെ തേടിയെത്തി. Hallelujah. 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 And so today I want to tell you there is absolutely no difference in anybody sitting here. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ആർക്കും നിങ്ങൾക്ക് വ്യത്യാസമില്ല. ചില ആൾക്കാർ ചിന്തിക്കും, അയ്യോ എൻ്റെ കാര്യം മാത്രം നെഹമായ ഇങ്ങനെ പറയരുത്, ഞാൻ ചെയ്ത പാവങ്ങൾ കർത്താവ് വലുത് അറിഞ്ഞെങ്കിൽ കർത്താവിന് ക്ഷമിക്കാൻ പറ്റത്തില്ല. You might say, Nehemiah, if you hear about my testimony and my sinful past, the Lord will never forgive me. ഇതിലിരിക്കുന്ന പല വ്യക്തികളും നിങ്ങളെ തന്നെ ക്ഷമിച്ചിട്ടില്ല. Many of you sitting here, you have not forgiven yourself. കർത്താവിനെ നിങ്ങളെ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. Even if the Lord Jesus forgives you, you are not forgiving yourself. നെഹമായ ആ അന്ന് ചെയ്ത ഒരു പാവം, ബാക്കി എല്ലാ പാവങ്ങളും കർത്താവിന് ക്ഷമിക്കാൻ പറ്റും, പക്ഷെ എന്നെ കുത്തുന്ന ഒരു പാപമുണ്ട്, അന്ന് ചെയ്ത ഒരു പാപം, അത് കർത്താവിന് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? You might say, Nehemiah, most of my sins have been forgiven, but that one sin has not been forgiven by the Lord. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? Shall I ask you one question? നിങ്ങൾ പറയുന്ന ആ വലിയ പാപം, that great sin that you are boasting, നിങ്ങൾ പറയുന്ന അതിനെ തകർക്കാൻ യേശുവിന്റെ കുരിശിന് ശക്തിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? You are saying that great sin that you are boasting about, does the cross of Jesus has not powerful? ആ പാപത്തെ ക്ഷമിക്കാൻ മാത്രം യേശുവിന്റെ രക്തത്തിന് ശക്തിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? You are saying, is not the blood of Jesus more powerful than that sin? Hallelujah. Hallelujah. The blood of Jesus, the cross of Jesus is powerful than any sin. എല്ലാ പാപത്തെയും പാപങ്ങളെക്കാളും യേശുവിന്റെ ക്രൂശിനും യേശുവിന്റെ രക്തത്തിനും ശക്തിയുണ്ടെന്ന് ഞാൻ. Hallelujah. Hallelujah. The greater your sin, God's grace will come in a more powerful way to come over your life. നിങ്ങളുടെ പാപം എത്രത്തോളം വലിയതാണെങ്കിലും അതിനും മുകളിലായിരിക്കും ദൈവത്തിന്റെ ക്രൂശും അവന്റെ കൃപയും നിങ്ങളിലൂടെ ഒഴുകുന്നത്. Today I want to tell you, some of you will start forgiving yourself because you will have the revelation that Jesus has forgiven you because of his grace. ഇതാ ഇന്ന് നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യത്യസ്ത ചിന്തയുണ്ടാവും. ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു, ദൈവം നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ചു എന്ന്. Hallelujah. Hallelujah. അതുകൊണ്ട് നിങ്ങളെ തന്നെ ക്ഷമിക്കുക. So forgive yourself first. നിങ്ങളെ തന്നെ ആ തടവറയിൽ നിന്ന്, നിങ്ങളെ തന്നെ ആ പാപത്തിന്റെ ആ കാരാഗ്രഹത്തിൽ നിന്ന് നിങ്ങളെ തന്നെ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. Just come out yourself from that slavery of sin. പലവർക്കും നിങ്ങളുടെ ലൈഫിൽ മുൻപിലേക്ക് പോകാത്തത് നിങ്ങളുടെ പറ്റുന്ന ചില പാപങ്ങൾ ഉള്ളതുകൊണ്ട്. You might not go forward because of the past sins and you are bounded by that sin. Hallelujah. പുറകിൽ നിന്ന് ചില പാപങ്ങൾ വലിക്കുന്നുണ്ടായിരിക്കാം. That sin might be haunting you and pulling you backwards. അത് ഇപ്പോഴും ചെയ്യുന്ന പാപങ്ങളാണെങ്കിൽ അതിനെ ഓർത്ത് റിപ്പന്റ് ചെയ്യുക, കർത്താവിലേക്ക് തിരിച്ചു വരിക. If you are repeating that sins nowadays, you can still repent. Hallelujah. But അത് പണ്ട് ചെയ്ത ചില പാപങ്ങളാണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് നിങ്ങൾ മുൻപിലേക്ക് പോകുക. And if you have done that sin in the past, please cut it and move forward. Hallelujah. Hallelujah. കാരണം കർത്താവിന്റെ കൃപയാൽ നമ്മൾക്ക് ഒരു പുതിയൊരു തുടക്കം കർത്താവ് തരികയാണ്. Because of the grace of God, he is going to give you a new beginning, a new creation. By grace you have been saved.
ഇതാ കൃപയാൽ അത്രേ ദൈവം നമ്മളെ രക്ഷിച്ചു. എന്ന് പറഞ്ഞാലും കൃപയാൽ അത്രേ ദൈവം നമ്മളെ രക്ഷിച്ചു. അടുത്തേക്ക് നാളൊന്ന് പറഞ്ഞാൽ It is by grace you are blessed. only by grace, കൃപയാൽ മാത്രം, only by grace. കൃപയാൽ മാത്രം. No one can boast. ആർക്കും പ്രശംസിപ്പാൻ. It is because of what Jesus did on the cross. അത് യേശു കാൽവറി ക്രൂശിൽ ചെയ്തതുകൊണ്ടാണ്. It is not your works. അത് നിന്റെ പ്രവൃത്തി കൊണ്ടല്ല. Your works are like filthy rags to God. ഇതാൽ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെല്ലാം കറപുരുണ്ട തുണി പോലെയാകുന്നു. Take your works and put it in the waste bin because God's grace is sufficient to save you. നിങ്ങളുടെ നല്ല പ്രവൃത്തിയെല്ലാം വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് ദൈവത്തിന്റെ കൃപയെ സ്വീകരിച്ചാലും. Hallelujah. Hallelujah. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും, അന്ന പിന്നെ എനിക്ക് ഒന്നും ചെയ്യണ്ടെന്നാണോ നെഹെമ്യാവ് പറയുന്നത്? When you receive this word of God, some of you might think, so don't I have to do anything? ഒന്നും ചെയ്യണ്ട, അതന്നെ ഞാൻ പറയുന്നത്. That's what I am saying. You don't have to do anything. രക്ഷിക്കപ്പെടുവാൻ, രക്ഷ ലഭിക്കുവാൻ, പാപങ്ങൾ ക്ഷമിക്കുവാൻ നിങ്ങളൊന്നും ചെയ്യണ്ട, വിശ്വസിച്ചാൽ മതി. To be saved, to repent, you don't have to do anything. Just receive the grace of God. ഇനി അത് കർത്താവിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം, ആ കൃപ സ്വീകരിച്ചതിന് ശേഷം, ആ കൃപയിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. And after receiving that grace in you will enable to do. Hallelujah. കർത്താവിൽ നിന്ന് ക്ഷമ ലഭിക്കുവാനോ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനോ ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യണ്ട. You don't have to do anything in order to receive blessings after blessings from God. നിങ്ങൾക്ക് ക്ഷമ ലഭിച്ചു കഴിഞ്ഞു. You are already forgiven. അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞു. You are already blessed. അത് സ്വീകരിക്കുക, അതിനനുസരിച്ച് ഇനി പ്രവർത്തിച്ചു തുടങ്ങിക്കോ. Just receive that grace and move forward. Hallelujah. 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 Amen. അതുകൊണ്ട് പരീശന്മാർക്ക് യേശുവിനെ വലിയ കാര്യമായിട്ട് അവർ കണ്ടില്ല. So these Pharisees and Sadducees, they hated Jesus. ഞാൻ പറയട്ടെ, നിക്കോദിമസ് എന്ന പരീശൻ യേശുവിനെ മുൻപിൽ വരുന്നത് നിക്കോദിമസിന്റെ താഴ്മയെ കാണിക്കുന്നത്. Nicodemus came to Jesus because of his humility. വേറൊരു വ്യക്തിയും വേറൊരു പരീശനും അങ്ങനെ യേശുവിന് മുമ്പിൽ വന്നില്ല. No other Pharisee and Sadducee came before Jesus. ബട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നതിൽ നിക്കോദിമസ് ഇതെല്ലാം ചെയ്തു എന്ന് അറിയാമെങ്കിലും നിക്കോദിമസിന് മനസ്സിലായി ഇതെല്ലാം ചുമ്മയാണ്, ഇതെല്ലാം വെറുതെയാണ്, ഇതെല്ലാം ചപ്പും ചവറുമായി എണ്ണണമെന്ന് നിക്കോദിമസിന് മനസ്സിലാക്കി. And Nicodemus understood, my every good works are like filthy rags, nothing to boast. You know, Paul had that same attitude. പൗലോസ് അപ്പോസ്തലനും അതേ മനോഭാവമുണ്ട്. He had the highest Jewish education. ഏറ്റവും വലിയ യഹൂദ ശാസ്ത്രം അറിയുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. He sat at the feet of Gamaliel to learn the word of God. ഗമാലിയേലിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് വേദപുസ്തകം പഠിച്ചത്. He was a zealous Jew. ഇതാ വാഞ്ചയുള്ള ഒരു യഹൂദനായിരുന്നു. He was so zealous for the temple and the synagogue. ദൈവാലയത്തിന് വേണ്ടി വാഞ്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. Hallelujah. Hallelujah. He had a high position, വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു, education, വലിയ വിദ്യാഭ്യാസം, everything. എല്ലാം. But he says, I count it all as loss. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹം പറയുന്നു, ഞാൻ ഉപേക്ഷിക്കുന്നു. For the surpassing greatness of knowing him. വരുവാനുള്ള ആ eternal life ഓർത്ത് ഞാൻ എല്ലാം അതിനെ മറക്കുന്നു. കർത്താവ് എന്നിട്ട് പൗലോസിന് പറയുക, നിനക്ക് എൻ്റെ കൃപ മതി. The Lord Jesus says to Paul the apostle, my grace is sufficient for you. നിനക്ക് എൻ്റെ കൃപ മതി. My grace is sufficient for you. വേറെ ഒന്നും നിനക്ക് വേണ്ട. You don't need anything. നിനക്ക് എൻ്റെ കൃപ മതി. You just need my grace. ഞാൻ വിശ്വസിക്കുന്നു ചില വ്യക്തികൾ ചില കാര്യങ്ങളാൽ പരാജയപ്പെട്ടാണ് ഇന്ന് വന്ന് ഇവിടെ ഇരിക്കുന്നത്. Some of you are here because you are failed in some of the matters. നിങ്ങൾ പലതവണ പ്രയത്നിച്ച് പല കാര്യങ്ങൾ ചെയ്ത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. You are doing it in your own strength and you are trying to come out. കുറെയൊക്കെ സാധിച്ചു, വീണ്ടും പഴയതുപോലെ ആയി. You might be effortless, you might take it to some extent and moving backwards again. But now the Lord says, believe in the grace I'm giving you. It is an empowering grace and it's going to set you free today. എന്നാൽ ദൈവം ഇന്ന് ഇപ്രകാരം നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ കൃപയെ ആശ്രയിച്ച് നിങ്ങൾ മുമ്പോട്ട് നീങ്ങിയാലും. Hallelujah. വർഷങ്ങളായിട്ടുള്ള പരാജയങ്ങളെ
ഇന്ന് ദൈവത്തിന്റെ കൃപയുടെ ഒറ്റൊരു എൻകൗണ്ടറിൽ നിങ്ങളെ മാറ്റാൻ പോവുകയാണ്. How many failures you have had in the past, one grace of the Lord is going to set you free right now. പാപ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാത്ത ചില വ്യക്തികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കൃപയെ ഒന്ന് വിശ്വസിക്കുക. അതിന്റെ പുറകിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. It will completely sweep you. It will completely change your life. If you are addicted to the sin of slavery, let me tell you one thing. You just have to hold on to the grace of God, and that one encounter can change your life. Hallelujah. 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 നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്ഥലങ്ങളിൽ എഴുന്നേൽക്കാം. Shall we all stand? ശീമോൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ, പരീക്ഷനാണെന്ന് വിശ്വസിക്കുന്നു, ശീമോൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ യേശു കർത്താവ് ഭക്ഷണം കഴിക്കാൻ യേശു കർത്താവിനെ വിളിച്ചു. And Simon called Jesus in order to invite him for a dinner. ശീമോൻ പത്രോസ് അല്ല, വേറെ ശീമോനാണ്. It is not Simon Peter, another Simon. അപ്പോൾ പാപിയായ ഒരു സ്ത്രീ യേശുവിന്റെ കാലിൽ വീണ് അവിടെ പെർഫ്യൂം പൊട്ടിച്ച് കരഞ്ഞ് സ്വന്തം മുടി കൊണ്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി യേശുവിന്റെ കാൽ. At that time we could see a sinful lady breaking a perfume and pouring out on the feet of Jesus. അപ്പോൾ ശീമോൻ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്ന ഒരു പാപിയായ സ്ത്രീ എങ്ങനെ ഈ വ്യക്തിയുടെ അടുക്കിലേക്ക് വരാൻ പറ്റുന്നു? Simon said, how come the sinful lady is coming to Jesus and doing like this? യേശു ശീമോനോട് പറയുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ എനിക്ക് വെള്ളം തന്നില്ല എന്റെ കാല് കഴുകാൻ വേണ്ടി. Jesus said, even though I came to your house, you did not give me water to wipe away my. ഞാൻ വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നില്ല. You did not give me and hug me and kiss me. ഒലിവ് ഓയിൽ ഒഴിച്ച് എന്റെ തലയെ അഭിഷേകം ചെയ്തില്ല. You did not anoint me with oil. ഈ സ്ത്രീ വന്നപ്പോൾ മുതൽ എന്റെ കാല് സ്വന്തം കണ്ണീര് കൊണ്ട് കഴുകാൻ തുടങ്ങി. But this sinful lady came to me and she is wiping with her tears. എന്റെ കാൽ ഉമ്മ വെക്ക് നിർത്തിയിട്ടില്ല. She hasn't stopped kissing me. പെർഫ്യൂം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു. With perfume she has anointed me. എന്താ വ്യത്യാസം? What is the difference? ഒരു പാപിക്കറിയാം എനിക്ക് ഈ സേവിയർ ഇല്ലെങ്കിൽ, ഈ രക്ഷകൻ ഇല്ലെങ്കിൽ എനിക്ക് മുൻപിലേക്ക് ഒരു ഫ്യൂച്ചർ ഇല്ല എന്നൊരു പാപിക്കറിയാം. Because that sinner knows, without Jesus I don't have a future in my life. നമുക്ക് ആ പാപബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും യേശുവിന്റെ കാൽപാദം ഉമ്മ വെക്കുന്നത് നമ്മൾ നിർത്തത്തില്ല. If we have that burden of sin in our hearts, we will never stop kissing Jesus. നമ്മൾ ശീമോനെ പോലെ നമ്മൾ ആരൊക്കെ ആയെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, you might think we are become great like Simeon. യേശു പറഞ്ഞില്ലെങ്കിലും യേശുവിന്റെ ഹൃദയത്തിൽ ചില വിഷമങ്ങളുണ്ട്. Even though Jesus doesn't say you directly, some pain is there inside of Jesus. അപ്പോൾ ശീമോനോട് യേശു പറയുന്നു, ഒരു വ്യക്തി ഒരാൾക്ക് 500 വേറെ വ്യക്തിക്ക് 50 കോയിൻസ് കടം കൊടുത്തെങ്കിൽ, and Jesus said this to Simon, if one person is owed 500 and another person is owed 50 to a person, രണ്ടുപേർക്കും കൊടുക്കണ്ട, തിരിച്ചു ഞാൻ വാങ്ങുന്നില്ല എന്ന് ആ യജമാനൻ പറയുവാണെങ്കിൽ, and if that person to whom it is to be given, it is not being given, ശീമോനോട് യേശു ചോദിച്ചു, ആർക്കാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകുക? Jesus asked him, who will love Jesus more? 50 കോയിന്റെ കടമുള്ള വ്യക്തിയായിരുന്നോ അല്ലെങ്കിൽ 500 കോയിന്റെ കടമുള്ള വ്യക്തിയായിരുന്നോ? Whether a person who is indebted of 50 rupees or a person who is indebted for 500 rupees will love more. തീർച്ചയായും 500 കോയിൻ ഉള്ളത്. Definitely the person who is indebted for 500 rupees will love Jesus more. കൂടുതൽ പാപങ്ങൾ ചെയ്തിട്ട് ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, if you are in a sin and you are committing so many sins, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാനാണ് ഏറ്റവും ഡിസ്ക്വാളിഫൈഡ്. you might think you are disqualified. ഏറ്റവും യോഗ്യതയില്ലാത്ത വ്യക്തിയായിരിക്കാം ഞാൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിൽപ്പുണ്ടാവും. You might think you might be standing here that as a disqualified and a failure person.
But നിങ്ങൾക്കാണ് ആ സേവിയറിനോടുള്ള ഏറ്റവും സ്നേഹം പ്രകടിക്കാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. It is you who can express the greatest love for your Savior Jesus. ഷീമോന് പറ്റിയില്ലെങ്കിലും ആ പാപിയായ സ്ത്രീക്ക് പറ്റി. Even if Simon cannot do, that sinful lady did. ഇന്ന് ദൈവകൃപയുടെ മുൻപിൽ നമ്മുടെ തലകളെ കുമ്പിട്ട് എത്ര പേർക്ക് താഴ്മയോടെ വരാൻ സാധിക്കും? കർത്താവേ, I am an unqualified, unworthy sinner, but if the grace of God can encounter me, you can change my life, Lord. എത്ര പേർക്ക് നമ്മുടെ തലയെ കുനിച്ച് ദൈവത്തിന്റെ കൃപയുടെ മുമ്പിൽ താണിരുന്ന് പറയാൻ പറ്റും, എന്റെ യോഗ്യതയില്ല, ദൈവത്തിന്റെ കൃപ എന്നെ മാറ്റണമേ. നിങ്ങളൊരു വട്ടപൂജ്യമായിരിക്കാം. നിങ്ങൾ കൂടുതൽ പൂജ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ മുൻപിൽ യേശു ഒരു ഒന്ന് ചേർത്താൽ കൂടുതൽ പൂജ്യമുണ്ടെങ്കിൽ അത്രയും അധികം വില നിങ്ങളുടെ വർദ്ധിക്കാൻ പോവുകയാണ്. You might be a zero right now, but when the number one Jesus stands beside you, you are 10. Hallelujah. നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഗിദിയോൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നെങ്കിൽ ഗിദിയോനും നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാകും. If Gideon was there, Gideon will also be with you. കാരണം ഗിദിയോൻ അറിയാം ഞാൻ ഒരു ബലഹീനനാണ്. ഗിദിയോൻ അറിയാം എനിക്ക് സംശയങ്ങളുണ്ട്. Gideon knows I also have confusions, I also have weaknesses. യേശുവിന്റെ ശിഷ്യനായ തോമസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽപ്പുണ്ടാകുമായിരുന്നു. If the disciple of Thomas was here, he would also be with you. തോമസിനും സംശയങ്ങൾ ഉണ്ടായിരുന്നു. Thomas also had doubts and confusions. തോമസും യേശുവിന്റെ ചില ശുശ്രൂഷയിൽ നിന്ന് യേശുവിനെ തടയാൻ ശ്രമിച്ചു. Thomas also did many things to hinder. പക്ഷേ ആ ദൈവകൃപ തോമസ് റിസീവ് ചെയ്തപ്പോൾ, when the grace of God was received by Thomas, കപ്പൽ കയറി ഇന്ത്യ വരെ വന്ന് ദൈവത്തിന്റെ ഒരു സാക്ഷിയാകുവാൻ തോമസ് തീരുമാനിച്ചു. he took a ship and came to India. ഒരു പാപിയെ കർത്താവ് ക്ഷമിക്കുമ്പോൾ അവിടെ കൊണ്ട് ഒരു പുതിയ തുടക്കം ആരംഭിക്കുക. When Jesus forgives a sinner, a new beginning is happening. നമ്മൾ ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ കണ്ട് അവരെ നമ്മൾ അനുഗ്രഹിക്കുന്നു, അവർക്ക് നമ്മൾ എന്തെങ്കിലും പ്രതിഫലം കൊടുക്കുന്നു. We honor a person by looking into his efforts and abilities. But നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മളെ കണ്ട് നമ്മളെ സ്നേഹിച്ച ഒരു കർത്താവുണ്ട്. But we have a Jesus who loves us even though we are sinners. പാപത്തിൽ മുഴുകി പാപത്തിൽ തലതാഴ്ന്നിരുന്ന നമ്മളെ സ്നേഹിച്ച ഒരു കർത്താവുണ്ട്. We have a Jesus who loves us dearly even though we are bowed with shame and sin. ആ കർത്താവ് പറയുന്നു, മകനെ നിന്റെ പാപങ്ങളെ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു. The Lord Jesus says, son, you are forgiven. നിന്റെ പാപങ്ങളെ മകളെ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു. My son, my daughter, you are forgiven. നീ നിന്നെ തന്നെ ക്ഷമിക്കുക. You forgive yourselves. ദൈവകൃപയെ സ്വീകരിക്കുക. Receive the grace of God. Value the grace of God over your life. ദൈവത്തിന്റെ കൃപയെ നിങ്ങൾ അംഗീകരിക്കുക. Do not frustrate, do not waste the grace of God over your life. ദൈവത്തിന്റെ കൃപയെ നിങ്ങളുടെ ജീവിതത്തിൽ വൃഥാവാക്കരുത്. But may the Lord work mighty things in and through you through the grace of God. ദൈവത്തിന്റെ കൃപയിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയായി നിറയ്ക്കട്ടെ. Without God we are nothing. ദൈവമില്ലെങ്കിൽ നമ്മൾ പൂജ്യമത്രേ. But with God we are everything that we can be. എന്നാൽ ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാമാണ്. And if God is for us, who can be against us? ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആർക്ക് നമ്മൾക്കെതിരെ വരുവാൻ കഴിയും? ആ ദൈവകൃപയെ സ്വീകരിക്കുന്ന വ്യക്തികൾ ശബ്ദമുയർത്തി ഒന്ന് കർത്താവിനെ ആരാധിച്ചാലും. Just receive the words of God.
എന്നെ കരുതിയവൻ സ്നേഹമേ, ദയയാ, നിത്യദയയാ, എന്നെ നടത്തിയ കാരുണ്യമേ. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കുന്നപ്പ ഞങ്ങൾ പുതിയ നിയമത്തിൽ ഞങ്ങൾ പരീശന്മാരല്ല. ഞങ്ങൾക്ക് സദൂക്യരാകാൻ ആഗ്രഹമില്ല. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായി അക്ഷരത്തിലല്ല ആത്മാവിൽ മുന്നോട്ട് പോകുന്ന ശുശ്രൂഷകരായി തീരുവാൻ അപ്പാ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണപ്പാ. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ചാരുന്ന കർത്താവേ, അങ്ങയുടെ കൃപയെ ഒരിക്കലും കർത്താവെ ഞങ്ങളുടെ അവകാശമാക്കി എടുക്കുവാനോ അത് ഞങ്ങളുടെ യോഗ്യതയാക്കുവാനോ അത് ഞങ്ങളുടെ പാരമ്പര്യമാക്കുവാനോ ഞങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചതൊക്കെ ഞങ്ങളിപ്പോൾ ഏറ്റുപറയുന്നു കർത്താവേ. വർഷങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പഴക്കത്തിൽ കർത്താവേ, ഞങ്ങളുടെ മനസ്സുകൾക്ക് സംഭവിച്ച കാഠിന്യത്തെ പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ ആത്മാവിൻ്റെ വെള്ളമൊഴിച്ച് ഈ പഴയ തുരുത്തികളെ ഒന്ന് പുതുതാക്കി തീർക്കണമേ അപ്പാ. കൂടുതൽ അങ്ങയുടെ വീഞ്ഞിനെ ഉൾക്കൊള്ളുവാൻ തക്ക പാകത്തിൽ തുരുത്തി പൊളിയാതെ കർത്താവേ, ഞങ്ങൾ പലപ്പോഴും കൂടുതൽ വീഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റാതായി പോയത് ഞങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്തപ്പാ. എന്നാൽ ഇന്ന് രാത്രി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പങ്കാളികളും എൻ്റെ മക്കളും ചേർന്ന് ലിമിറ്റ് ചെയ്ത ലിമിറ്റേഷൻസിനെ ഇന്ന് പരിശുദ്ധാത്മാവെന്ന വെള്ളത്തിൽ ഞങ്ങൾ അലിയിപ്പിക്കുന്നപ്പാ. അപ്പാ, ഞങ്ങളുടെ തുരുത്തികളെ പുതിയതാക്കണമേ. കൃപയുടെ അഭിഷേകത്തിന്റെ പകർച്ചകൾ കൂടുതൽ കൂടുതൽ ഈ വരുന്ന ദിവസങ്ങളിൽ ഉൾക്കൊള്ളുവാൻ തക്ക വിധത്തിലുള്ള ആഴവും വ്യാപ്തിയും പരപ്പും വിശാലതയും ഇന്ന് രാത്രി ഞാൻ അങ്ങയോട് ചോദിക്കുന്നപ്പാ.
രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. മറ്റേതെങ്കിലും പ്രാർത്ഥനാ വിഷയവുമായിട്ട് കൊച്ചിയിൽ തന്നെ എത്തിച്ചേർന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈവിൽ വാച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ചാറ്റിലേക്ക് അതിപ്പോൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ചിലർക്കത് അറിയില്ല, ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഒരു കരം ഇങ്ങനെ ഒന്ന് നീട്ടിപ്പിടിക്കുക. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ നീട്ടുന്നത് കർത്താവിൻ്റെ കയ്യിലോട്ട് നിങ്ങളുടെ കൈ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മൾ സാധാരണ നമ്മുടെ മൊബൈലൊക്കെ പ്ലഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തൊരു വയറുണ്ട്. ആ വയറിലോട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ കൈക്ക് നിങ്ങൾ കൈ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ആ പ്രശ്നം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നും ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ ആ കൈ ഇങ്ങനെ നീട്ടിയിരിക്കുന്ന വ്യക്തിയുടെ തോളിലേക്ക്, ബാക്കിലേക്ക് മെല്ലെ സഹോദരന്മാർ സഹോദരിമാർ പരസ്പരം ഒരു സ്വാന്തനത്തിൻ്റെ കൈകൾ വെച്ചാലും. ഹല്ലേലൂയ. ഒരു പക്ഷെ നിങ്ങൾ വീടുകളിൽ ഇരുന്നാണ് ഇത് കാണുന്നതെങ്കിൽ അത്തരത്തിൽ ഒരു പക്ഷെ നിങ്ങളുടെ അമ്മയായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ കൈ നീട്ടിയിരിക്കുന്നത്. മക്കളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ തൊട്ട് പുറകിലോട്ട് ചെന്ന് കൈ ഒന്ന് നീട്ടിപ്പിടിച്ച്, അല്ലെങ്കിൽ അമ്മയുടെ മേലിലൊന്ന് തൊട്ടെ. ഒരു പക്ഷെ നിങ്ങൾക്കറിയില്ല ആ അമ്മ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലാനുകൾ, അവരുടെ ബേർഡൻ അമ്മയ്ക്കും അപ്പയ്ക്കും മാത്രമേ അറിയുള്ളൂ. പക്ഷെ നിങ്ങൾക്കതറിയില്ലായിരിക്കാം. പക്ഷെ നിങ്ങളും കൂടെ ഉണ്ട് എന്ന് പറയാൻ തൊട്ടരികിലേക്ക് ചെന്ന് ആ തോളിലേക്ക് കൈവച്ചാൽ, ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കൈ ഇങ്ങനെ നീട്ടുമ്പോൾ, കർത്താവിൻ്റെ കൈക്ക് നിങ്ങളുടെ കൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ, തൊട്ടടുത്ത് അങ്ങനെ കൈയൊന്നും നീട്ടാത്തവരുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അവരുടെ തോളിലേക്കൊന്ന് കൈവച്ചേ. ജീസസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആ വിഷയത്തിൻ്റെ മേൽ ഒരു പരിഹാരം നൽകുകയാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ ഇടയ്ക്ക് പറയുന്ന പോലെ, മതി എന്ന് പറയുന്ന പോലെ, ഹല്ലേലൂയ, അങ്ങനെ ഒരു ശബ്ദം കേട്ടു എന്ന് താൻ ഇടയ്ക്ക് പറയാറുണ്ട്. അതേപോലെ നിന്നുകൊണ്ട്, ഞാനത് കേട്ടിട്ടില്ല, പക്ഷേ ഞാൻ ആത്മാവിൽ അധികാരത്തിൽ നിങ്ങളെ നോക്കി ഞാൻ പറയുന്നു, മതി. ഇത്രത്തോളം വന്നത് മതി. ജീസസ് ലോർഡ്. ഹല്ലേലൂയ. ഓ റബ ഷേഖെതെരബോ ശബ്ദല റകശസി ഓ റഖറബ ഷിഖദനഗസി. ഞാനിങ്ങനെ ഈ എന്താ പറയുക, ഇങ്ങനെ തരംഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യേകമായ എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെ തുളച്ചു പോകുന്ന പോലുള്ള, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഞാനിപ്പോൾ കാണുകയാണ്. നിങ്ങളുടെ മുന്നിൽ ഹല്ലേലൂയ തടുക്കുന്നവനെ, അവനെ വെട്ടിമാറ്റിയിട്ട് മുൻപിൽ പാതയൊരുക്കിക്കൊണ്ട് പോകുന്ന ഒരു ദൂതൻ. ജീസസ് ലോർഡ്. ചില ഡോക്യുമെന്റുകളിൽ തടസ്സങ്ങൾ കാണുന്ന ആരൊക്കെയോ ഇന്നൊരു പക്ഷെ ലൈവിലായിരിക്കാം, നിങ്ങൾ അങ്ങനെ ഭാരപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന, തടുക്കുന്ന അതിനെ വെട്ടിമാറ്റിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു പാതയൊരുക്കുന്ന ദൂതൻ ഇതാ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നടക്കുകയാണ്. പലരുടെ മുന്നിൽ അത്തരത്തിലുള്ള ദൂതന്മാർ വന്ന് നിന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഗിദിയോന്റെ മുന്നിൽ വന്നത്, ജോഷുവയുടെ മുന്നിൽ വന്നത്, ഏലിയാവിൻ്റെ മുന്നിൽ വന്ന് നിന്നത്. ഇന്ന് രാത്രിയിൽ ഇതുപോലെ ഒരു ദൂതൻ നിൽക്കുന്നു. തടുത്തുകൊണ്ടിരിക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോവുകയാണ്. ജീസസ് ലോർഡ്. ആരുടെയൊക്കെയോ ജീവിതത്തിൽ അത്തരത്തിൽ ചില വ്യക്തികൾ, ചില പ്രത്യേക കാര്യങ്ങൾ അത് മാറിപ്പോകുന്ന ഞാൻ കാണുകയാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ശരിയാകാതെ നിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള മേഖലയുമായിട്ടുള്ള ബന്ധത്തിൽ അതാണ് പ്രശ്നമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആ വ്യക്തി അല്ലെങ്കിൽ ആ കാര്യം അല്ലെങ്കിൽ ആ കമ്പനി മാറാതെ നിൽക്കുന്നത്, ഇന്ന് രാത്രി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, തടുക്കുന്നവൻ വഴിയിൽ നിന്ന് ഇത് മാറുകയാണ്.
ആരുടെയൊക്കെയോ പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യത്തിൽ ഇത്തരത്തിൽ കർത്താവ് എന്തോ ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. കർത്താവ് എന്തോ ചെയ്യുകയാണ്. പുതിയ വഴികൾ തുറക്കപ്പെടുന്നത് ഈ മാസത്തിൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ അത് കാണാൻ പോകുകയാണ്. പുതിയ വഴികൾ തുറക്കപ്പെടുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണ്. ഇത് കാണുമ്പോൾ ഓർത്തോ, ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. ആരൊക്കെയോ ഹൃദയത്തിൽ വേദനയോടെ ഇരിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് അത് പറയുന്നതെന്നറിയാം. മാനുഷികമായിട്ട് ഒരു വഴി ഒരുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇട്ടിരിക്കുന്ന കുറേ പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉണ്ട്. കർത്താവ് പറയുന്നു, അതും നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറിപ്പോകാൻ പോകുകയാണ്. ഹല്ലേലൂയ. സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ആരൊക്കെയോ, ഉദാഹരണം ഞാൻ പറയുക, ആരൊക്കെയോ വീട് വിൽക്കണം എന്ന് ചിന്തിക്കുകയാണ്. അതിൻ്റെ ഞെരുക്കം മാറ്റാൻ വേണ്ടിയുള്ള പരിഹാരം നിങ്ങൾ നാട്ടു നടപ്പായിട്ട് കണ്ടുവച്ചേക്കുന്ന വീട് വിൽക്കുന്നതാണ്. പക്ഷെ ദൂതൻ ഇറങ്ങി തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയിട്ട് വീട് നിങ്ങളത് വിൽക്കില്ലെന്ന് മാത്രമല്ല, പുതിയ വീടുകൾ നിങ്ങളുടെ പേരിൽ ആഡ് ഓൺ ചെയ്യപ്പെടും. ഇതുപോലെ പല പല കാര്യങ്ങൾ. ഒരു ലോ ഗ്രേഡ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിച്ചു വെച്ചിരിക്കുക, അതിന്റെ പരിഹാരമായിട്ട്. പക്ഷേ ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധാത്മാവ്, പിതാവാം ദൈവം, പുത്രനാം ദൈവം ഒപ്പിട്ട് ഒരു കാര്യം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയച്ചിരിക്കുക. സ്വീകരിക്കേണ്ടവർ ലൈവിൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ സ്വീകരിക്കുക. പ്ലാനുകൾ പൊട്ടുന്നു. ഇത് ഗ്ലോറിയസ് പ്ലാനുകൾ ഇത് നടപ്പാക്കിയാണ്. കർത്താവേ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ മാനുഷികമായ പദ്ധതിയിൽ നിന്നുകൊണ്ട് കൂട്ടിയും കിഴിച്ചും പലതും ഞങ്ങൾ ചിന്തിച്ചു. കർത്താവേ, അത് ബുദ്ധിപരമായ തീരുമാനം, ഈ ലോകത്തിൻ്റെ ജ്ഞാനമനുസരിച്ചിട്ടുള്ള തീരുമാനമാണ്. കർത്താവേ, അത് നല്ല തീരുമാനമെന്ന് എല്ലാ എക്സ്പേർട്സും പറയുന്നു. പക്ഷെ അതിൻ്റെ മുകളിൽ കർത്താവേ, അതിൻ്റെ മുകളിൽ കർത്താവേ, ഉന്നതൻ്റെ മുകളിൽ വ്യാപരിക്കുന്ന ഒരു അത്യുന്നതൻ്റെ പദ്ധതിയുണ്ടല്ലോ. ആ ഉന്നതൻ്റെ മുകളിൽ വ്യാപരിക്കുന്ന അത്യുന്നതൻ്റെ പദ്ധതി ഈ ജനത്തിന്റെ മേൽ നടപ്പാക്കപ്പെടട്ടെ അപ്പാ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലൈവ് ചാറ്റിൽ പ്രേയർ റിക്വസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ, അതിശയകരമായ വിടുതൽ ഈ ഓരോ വിഷയങ്ങളുടെ നടുവിലും അങ്ങ് ചെയ്യണമേ കർത്താവേ, അങ്ങ് ചെയ്യണമേ കർത്താവേ, അങ്ങ് ചെയ്യണമേ കർത്താവേ. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ചേർന്ന് പാടാമോ?